ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? കുറെ കാലമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ആൻഡ് ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് വള്ളിയൂർക്കാവാണ്. നമ്മൾ ഷൂട്ടായിട്ട് വന്നേക്കാണ്. സോ ആ വഴി നമ്മളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി തീരുമാനിച്ചേക്കാണ്. സോ ഇന്ന് ഷൂട്ട് നടന്നില്ല. സോ അത് പ്രമാണിച്ച് നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും ഒരു സ്ഥലത്തേക്ക് പോവാണ്. അത്യാവശ്യം നല്ല രീതിക്ക് വയനാട്ടിലെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ വേറെ എവിടെയല്ല, നമ്മുടെ നെട്രയിലാണ്. സോ നമ്മൾ അങ്ങനെ പോവാണ്. ആരാ അത്? ഗൈസ്, അപ്പൊ നമ്മള് നെട്ര എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോവാണ്. ഇവിടുത്തെ അത്യാവശ്യം കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ടൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും പോയാക്കാം. ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇതാ ഗൈസ് വള്ളിയൂർക്കാവാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ കാറൊക്കെ അവിടെ വെച്ചേക്കാണ്. ചെക്കന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ 5 പേരുണ്ട്. സോ അവന്മാരവിടെ അതിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഒരുപാട് നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. സോ നമുക്ക് എന്തായാലും പോവാം. അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പെരുന്നാളൊക്കെയാണ്. അപ്പൊ പെരുന്നാൾ പ്രമാണിച്ച് നോക്കിയ റോഡിൽ ഫുള്ള് വണ്ടികളാണ്. പോകുന്നു. സോ നമുക്ക് എന്തായാലും പോവാം, വണ്ടി എടുക്കാം. എണ്ണയും കാര്യങ്ങളൊക്കെ അടിച്ച് ആയിരിക്കും ആവശ്യമാണ് ഗൈസ്. സോ നമുക്ക് എന്തായാലും പോവാം. അതാണ്ട് നമ്മുടെ വണ്ടിക്കുട്ടൻ. അപ്പൊ എന്തായാലും ഗൈസ്, നമുക്ക് എന്തായാലും പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് ഗൈസ്, ഫൈനലി വി ആർ റീച്ച്ഡ് മാനന്തവാടി ഗൈസ്. മാനന്തവാടിയിൽ നിന്ന് നമ്മള് ബാവലി മൈസൂർ റോഡാണ് നമ്മളിപ്പോ കയറേണ്ടത്. ആൻഡ് ഇപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറവാ. ഇന്ന് പെരുന്നാളായതുകൊണ്ട് മൈസൂർ റോഡ് നേരെ ഇങ്ങനെ. ആൻഡ് പോയിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഞങ്ങളെ ഒരു തവണ വന്നതാണ്. ഇതിപ്പം രണ്ടാമത്തെ അല്ലടാ. എടാ അമ്മരൊക്കെ അടിച്ചു കൊടുക്ക്. ഇരിക്കുന്നുണ്ട് നെല്ലെണ്ണം. എല്ലാവർക്കും നാളെ ഗൈസ്, എല്ലാരും ഒന്ന് ഓണാന്നേള്ളൂ. ഏത് റൂട്ട്? സോ ഗൈസ്, അപ്പം ഞങ്ങള് അന്ന് ഫാമിലി ആയിട്ട് എല്ലാവരും പോയതാണ്. അപ്പം അന്ന് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തില്ല. ഇന്ന് ഗൈസ് ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ. അപ്പം മന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ പോയിട്ട് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മന്തി ഇപ്പൊ വാങ്ങി ശരിയാവൂല. അവിടെ പോയി കഴിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പം കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ മര്യാദയ്ക്ക്. അപ്പൊ പിന്നെ വിചാരിച്ച് കടയിൽ നിന്ന് കഴിക്കാം. തിരിച്ചു വരുന്ന വഴി എല്ലാ വിശേഷങ്ങളും വഴിയെ കാണിച്ചു തരാം ഗൈസ്. സോ നമ്മളിപ്പോ നമ്മളിപ്പം മേരിമാത കോളേജ് ഈ റൂട്ട് എങ്ങാണ്ട് പോകുന്നത്. അതിന്റെ അത് തന്നെ എൻട്രി ഇതാണ് ഗൈസ്, മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അപ്പം ഈ വഴിയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകേണ്ടത്. ആൻഡ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കാണുന്നവരൊക്കെ കമന്റ് ചെയ്യുക ഗൈസ്, എന്താണ് അവസ്ഥ? കുറെ കാലമായി ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഇപ്പൊ യൂട്യൂബ് അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. ആൻഡ് ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണ് ബ്ലോഗർ ബിജ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട്, മണി ചലഞ്ചസ് ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും കയറി സെർച്ച് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ കാര്യങ്ങളും കമന്റ് ചെയ്യുക ഗൈസ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നല്ല കാടും കാര്യങ്ങളൊക്കെ. ഈ റൂട്ട് തന്നെയാണ് ഗൈസ് നമ്മൾ മറ്റേ ഇവിടെ പോകുന്നത്. ലൈക്ക് എന്തുവായിരുന്നു നമ്മുടെ അമ്പലത്തിന്റെ പേര്? തിരുനെല്ലി അമ്പലം ഗൈസ്. ഫുള്ള് കാട്. നോക്കടാ, കാണിച്ചു കൊടുക്കടാ. കണ്ടാ, നല്ല കാടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ടാണ് നെട്ര എന്ന് പറഞ്ഞൊരു ഗ്രാമം. അത്യാവശ്യം നല്ല രീതിയിൽ കിടിലൻ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് ഗൈസ് നമ്മുടെ വയനാട്ടിലെ. സോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്ക്, ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും കാണാം ഗൈസ്. ആൻഡ് ഗൈസ്, ഫൈനലി നമ്മൾ താണ്ടെ കാട്ടിക്കുളത്തി. ഇനി ഇതിന്ന് കാട്ടിക്കുളത്തുനിന്ന് പനവല്ലി എന്ന് പറഞ്ഞൊരു റോഡാട്ടോ. ആ റോഡിലേക്ക് തിരിയണം. വേണ്ട, കാണിച്ചു കൊടുക്കടാ. തിരുനെല്ലി അമ്പലം. അത് ഓക്കെ. ആൻഡ് അവിടെ നിന്ന് തന്നെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോവും. ഈ തിരുനെല്ലി അമ്പലത്തിന്റെ ഏകദേശം അടുത്തൊക്കെ തന്നെ ആയിട്ടാണ് നമ്മുടെ ഈ റോഡ്, ഈ താഴോട്ട് കേസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പൊക്കെ ഇടാം. എന്നാ ചുമ്മാ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരുന്നയാ, ഞാനൊക്കെ തെറ്റിപ്പുണ്ടെന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് വരാം. അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഫാമിലി ആയിട്ട് നമുക്കിപ്പം ലൈക്ക് ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സംഭവം ഉണ്ട് ഗൈസ് നമ്മളെ നെട്രയില്. അപ്പൊ എല്ലാവർക്കും വേണമെങ്കിൽ വന്ന് എൻജോയ് ചെയ്യാം. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഉണ്ടായിരുന്നു കുറച്ച് ലൈക്ക് ചായ, കാപ്പി, അങ്ങനെ ചെറിയ കടികളും കാര്യങ്ങളും. വലുതായിട്ടല്ല, വലുത് വേണമെങ്കിൽ നിങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകേണ്ടി വരും.
ഇപ്പൊ എന്തായാലും ഞങ്ങള് കഴിക്കുന്നില്ല, ഞങ്ങള് രാവിലെ തന്നെ കഴിച്ചിട്ട് വന്നേ. അപ്പൊ പിന്നെ പോകുന്ന വഴി കഴിക്കാന്ന് വെച്ച്. അപ്പൊ അതാണ്ട് ഈ റോഡാണ് സംഭവം. നേരെ തിരുനെല്ലി അമ്പലത്തിന്റെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 1.5 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന നെട്ര എന്ന് പറഞ്ഞ സ്ഥലം. സോ നിങ്ങക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പോവാം. അപ്പൊ അതാണ് ഗൈസ്, നമുക്ക് എന്തായാലും എത്തിയിട്ട് കാണാം ഗൈസ്. ഇവിടെ റോഡ് ആൻഡ് ഗൈസ് നമ്മളങ്ങനെ ഏകദേശം എത്താറായി ഗൈസ്. ഇതേ നോക്കിയേ, ഫുള്ള് മലകളും കാര്യങ്ങളായിട്ട്. ഇനി അങ്ങാണ്ട് ഒരു ഇച്ചിരിയും കൂടി എങ്ങനെയുണ്ടല്ലോ, ഒരു ഏറിപ്പോയ ഒരു 5 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ഫൈനലി എത്തി ഗൈസ്. ഭയങ്കര ചുരം പോലത്തെ കുന്നും കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വെയിലായതുകൊണ്ട് കുഴപ്പമില്ല, മഴയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇറങ്ങാൻ പറ്റുമായിരുന്നു എന്നൊക്കെ. ഇതെന്താ സർവാണി എന്ന് പറഞ്ഞ സ്ഥലം. അനന്തോ കാണിക്കാൻ വേണ്ടി നിർത്തിയിരുന്ന കിട്ടിയ ഗൈസ്. ഈ സ്ഥലത്ത് നമ്മൾ അന്ന് ഇറങ്ങി, ഞാനിപ്പോ ഇറങ്ങിയിട്ട് കാണിച്ചാൽ ജസ്റ്റ് കിട്ടില്ല സ്ഥലമാണ് ഗൈസ്. ആൻഡ് ഗൈസ് ഫൈനലി നമ്മൾ ഇതാണ്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കടാ സ്ഥലം. ഇതേ നോക്കിയേ, അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. ആൻഡ് അന്ന് ഇവിടെ വന്ന എടാ വെള്ളം കുറഞ്ഞല്ലേ, വെള്ളം കുറഞ്ഞു ഗൈസ്, വെള്ളം കുറഞ്ഞു പോയി. ഇതേണ്ട നമ്മളെ പിള്ളേരെ കാണിച്ചു കൊടുക്ക്. ഉണ്ണി അനന്തൂസ് നമ്മുടെ ക്യാമറമാന് നാളാണ് ഗൈസ്, സോ അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇതേ നോക്കിയേ, അടിപൊളി വെള്ളം കാര്യങ്ങൾ. നമുക്ക് ഇവിടെ ഇറങ്ങിയാലോ? ഗൈസ് നമ്മൾ കട്ട പ്രിപ്പയർഡ് ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത് വെള്ളത്തിൽ കളിക്കാനായിട്ട്. അന്ന് വന്ന് ഞങ്ങൾ നല്ല രീതിക്ക് തേഞ്ഞ്. സോ ഇപ്പൊ നമ്മൾ താണ്ടെ അങ്ങനെ വന്നേക്കാണ്. എടാ ഇറങ്ങുന്നുണ്ട് ഇവിടെ? എന്നാ വേണ്ട, നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ ഇറങ്ങാം ഗൈസ്. ഗൈസ് ഒരുപാട് നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ലൈക്ക് എന്താ പറയണ്ടേ, എങ്ങനെയാ തുടക്കട്ടെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം എനിക്ക് വന്ന 1 ഇയർ അപ്പോൾ എങ്ങാണ്ടായി നമ്മളിപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്ന് ലൈക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു മാനന്തവാടി. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നെട്ര വന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ച്. ലൈക്ക് ഇവിടെ ശരിക്കും നെട്ര വരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ആൻഡ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിട്ട് വന്നേയിരുന്നു, ലൈക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് അതുപോലെ തന്നെ നടന്ന് ഗൈസ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്കെന്തായാലും ഇന്ന് വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യാം ഗൈസ്. മന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതെന്തായാലും നടന്നില്ല, ഫ്ലോപ്പായി. സോ നമ്മ ബോയ്സ് മന്തി ഇവിടുന്ന് കഴിച്ചിട്ട് പോയിരുന്നു. ഞങ്ങളന്ന് വന്ന സമയത്ത് ഇതൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു, വെള്ളം കാര്യങ്ങളൊക്കെ കുറഞ്ഞ്. കുഴപ്പമില്ല ഗൈസ്, നമ്മളിപ്പം നേരെ നമ്മൾ നെട്ര സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. ഗൈസ് ചുറ്റിനും മല, അതിന്റെ നടുവിലൊരു ഗ്രാമം. എന്നിട്ട് ആ ഗ്രാമത്തിൽ എന്തോ ഇപ്പൊ കാണിച്ചു തരാം, റിയാലിറ്റി എന്നത് കാണിച്ചു തരാം. ബാ ഓ മൈ ഗോഡ്, മതിയാണ്. വാ ഗൈസ്, എല്ലാരും വാ പോവാ. പാലക്കാട് ഫീലടാ. ഇങ്ങനെയാണ് പാലക്കാട്, വയനാട്ടിലെ പാലക്കാട്. ഗൈസ് എല്ലാവരും വരുന്നവര് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എണ്ണ ലാഭിക്കാം. അതായത് ഇതാണ്ട് നമ്മൾ ഈ നേരത്തെ കാണിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഒരു 2 ജംഗ്ഷൻ ഉണ്ട്. ഒന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നെട്രയിലെത്താം. ഇത് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരുനെല്ലി അമ്പലം, ഇതേണ്ട ആ മലേൻ്റെ ചോട്ട് കൂടെ ഇങ്ങനെ വരേണ്ടി വരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഓടാണ്ട് എണ്ണ എത്തിക്കാനുണ്ടാവും. സോ നിങ്ങൾ നെട്രയ്ക്കായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരെ അതായത് ഈ വഴി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം. സോ അതൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. സോ എല്ലാവരും അത് സൂക്ഷിച്ചോളൂ ഗൈസ്, എണ്ണ ലാഭിക്കാം. ഹേ ഗൈസ്, ആൻഡ് ഫൈനലി നമ്മളങ്ങനെ എത്തിയേക്കാണ് സുഹൃത്തുക്കളെ നെട്രയിൽ. ദേ നോക്കിയേ ഗൈസ്, ഫുള്ള് കീട്ടിലെ വ്യൂ ആയിട്ട്. ആൻഡ് ഗൈസ് ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെയാണ് അടിപൊളി. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇപ്പം അതാണ്ട് ഇപ്പം എത്തിയുള്ളൂ. വണ്ടി താണ്ട് നമ്മളത് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ചെക്കൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, പഠിച്ചോനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്കെന്തായാലും നേരെ വെള്ളത്തിൽ ചടം പോയി ഗൈസ്. ഞങ്ങൾ അന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തായിരുന്നു. ഇത് ഇപ്പം അങ്ങനെ എത്തിയേക്കാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇതാണേ വേണ്ട, മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുതെന്ന് ഒരുപാട്. എന്നിട്ടും എല്ലാവരും കൊണ്ടുപോയി ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ ചാടുന്നുണ്ട്. നോക്കി അവിടെയൊക്കെ ഫുള്ള് ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആ കാണുന്ന വെള്ളമൊക്കെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണ്, ഓരോ വേസ്റ്റുകളൊക്കെ. സോ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇതുപോലെ തന്നെ, ലൈക്ക് വണ്ടികളിൽ കേട്ടോ. നമ്മളെവിടെ നിന്നായിരുന്നു വന്ന് കഴിച്ചത്? നമ്മൾ അന്ന് വേറൊരു ഗുഡ്സ് നിന്നായിരുന്നു, ഇവിടെ നിന്നായിരുന്നു കഴിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക്. ഇതൊക്കെയാണ് നെട്രയിലെ വ്യൂവും കാര്യങ്ങളൊക്കെ. ഇതാണ് മെയിൻ. മഴക്കാലത്തൊക്കെ സൂപ്പറാണ്
ഗൈസ് ഇന്ന് പെരുന്നാളായതുകൊണ്ടാണ് തോന്നുന്നത് അധികം ആളൊന്നും ഇല്ലാത്തേ. ഇതാണ് നെട്ര ബ്രിഡ്ജ്. ഗൈസ് ഇതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വന്ന് ഇതാക്കണം. ക്യാമറയിൽ കൊള്ളുന്നതിനൊരു പരിധിയില്ല. അയ്യോ ഇതറിയ. ഓക്കെ, സോ നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗൈസ് ഇനിയിപ്പം ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കട്ടെ ഗൈസ്. അതാണ് അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് നല്ല ഇതൊക്കെയാണ്. അതിൻ്റെ അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ കല്ലൊക്കെ ഇതൊക്കെ വലിയ ആഴമൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിടന്ന് കളിക്കാം. എടാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? വാ ഗൈസ്, ഞങ്ങൾ വന്നിട്ട് തേഞ്ഞ് ഗൈസ്. വെള്ളക്കുറവാണ് ഗൈസ്. ഇത് നോക്കിയേ, അയ്യേ ഇച്ചിരി വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ വ്യൂ ഗൈസ്, മരത്തിൻ്റെ ഇതൊക്കെ ഇവിടുന്ന് പൊട്ടി വീണായിരിക്കും അല്ലേ. പിന്നെ അങ്ങോട്ടേക്ക് ആളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല ഇങ്ങോട്ട് പോയാൽ ഗൈസ്. പക്ഷേ ഒന്ന് മര്യാദയ്ക്ക് വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്ന വെച്ചാൽ ഭയങ്കര ചൂടല്ലേ. കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കെട്ടിയിട്ട്. എടാ അവിടെ വെള്ളം ഉണ്ടോ? കുറവാ എടാ. എവിടെ ആരടാ അനാക്കൊണ്ട? എവിടെ എവിടാ? എടാ ഒരു പാമ്പിനെ കണ്ടിട്ട്. എവിടെ? ആ ഗൈസ് പിള്ളേര് പറഞ്ഞ പാമ്പ് ഇതാ. പാമ്പ്. ആ ചൂടൊക്കെ ആയതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചെല്ലാവരും വരുമ്പോ. ഗൈസ് ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതിൽ ഫുള്ള് വെള്ളമായിരുന്നു. അയ്യേ. വയനാട്ടിലിപ്പോൾ രാവിലെ ഒരു ചെറിയ മഞ്ഞ്, അത്യാവശ്യം നല്ല രീതിക്കുള്ള ചെറിയൊരു തണുപ്പൊക്കെയാണ്. ഉച്ചയ്ക്ക് ഇതേപോലെ പൊരി വെയിൽ, വൈകുന്നേരം ആകുമ്പോൾ മഴ. ഞങ്ങൾ ചോദിച്ച് എടാ ആനന്ദു, എടാ അന്നൊക്കെ ഇതിൽ ഫുള്ള് വെള്ളമായിരുന്നടാ. അത് കഴിച്ച് ഇതിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അയ്യേ ചേടാ. സോ ഗൈസ് അങ്ങനെ അട്ടർ ഫ്ലോപ്പായിട്ട് ഞങ്ങളുടെ നെട്ര ഇത് പോയി ഗൈസ്. ആ ആണ്ട് അവിടെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നോക്കി നോക്കാം. എന്തായാലും കുഴപ്പമില്ല. ഇത് നോക്കി, അവിടെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ചാടുന്ന കാണുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഇവിടെ എന്തായാലും ഗൈസ് പക്ഷേ ഇതൊക്കെ നോക്കി, ഈ പാറയിൽ കൂടെയൊക്കെ ഫുള്ള് വെള്ളമായിട്ട് ഇതിലൊക്കെ നല്ല രീതിക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ എന്തു അത്? ചേടാ ഗൈസ് ഇവിടെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ഓ സൂപ്പർ. ഇവിടെ അടിപൊളിയാണ് ഗൈസ്. കുറേ പേര് കുളിക്കാൻ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രോഹിബിറ്റഡ് ഏരിയ ആണ്. ലൈക്ക് ഇറങ്ങാനൊന്നും പാടില്ല എന്നാണ് നേരത്തെ ഫോറസ്റ്റുകാർ വന്ന് ഇവരോട് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് 2 ചെക്കന്മാരോട് പറഞ്ഞായിരുന്നു, ചോദിച്ചായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഞങ്ങളാരും വലിയ സ്ഥലത്തൊന്നും ഇറങ്ങുന്നില്ല, കാരണം ആർക്കും അത്ര വെള്ളത്തിൽ ഇറങ്ങി പരിചയമൊന്നുമില്ല. എനിവേ കുഴപ്പമില്ല. നമുക്ക് ചെറിയ കല്ല് പോലത്തെ ആർക്കും അറിയില്ല കൈസ്, നമ്മളെ കൂടെയുള്ള അമ്മമാർക്ക് അറിയാം. പക്ഷേ അങ്ങനെ അങ്ങ് പോയി ഇറങ്ങാൻ പറ്റില്ല. സോ ജസ്റ്റ് നോക്കി നോക്കട്ടെ പോയിട്ട് എങ്ങനെയാണ് അവിടെയൊക്കെ. ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ അവിടം വരെ വന്നിട്ടേ ഉള്ളൂ. നേരത്തെ കാണിച്ച കാനാലില്ലേ അതിൻ്റെ അവിടം വരെ. നോക്കി മരത്തിൻ്റെ ഓ പൊളി. ആ പോടാ അവിടെ നിന്ന് ആ പശുവൊക്കെ കുളിക്കുന്നതാണ്. എവിടെ? ഗൈസ് ഞങ്ങളെ കുറേ നേരം അന്വേഷിച്ച് എവിടെ ഇറങ്ങുന്നത്, ഫുൾ ആള്. അപ്പോൾ ഗൈസ് നമുക്കൊരു നല്ല സ്ഥലം കിട്ടി. ഇതാണ്ട് ഈ പാലത്തിൻ്റെ അടിയിൽ ഒരു കിടിലൻ സ്ഥലം. അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്താ ഒന്നും എനിക്കറിയില്ല. അങ്ങോട്ട് ഇറങ്ങാനാണ് നമ്മൾ ഇത്രയും വന്നല്ലേ. ഇതൊക്കെ ഗൈസ് ഓഹോ പൊളി. എൻ്റെ പൊന്നെ അവിടെ അങ്ങ് പോയി കിടക്കാം. കുറച്ച് നേരം നിന്ന് കളിക്കാം ഗൈസ്. ഇതൊക്കെ ഓ സൂപ്പർ. ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ഇറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ. നീന്താനൊന്നും അറിയില്ല, പക്ഷേ എന്നാ കൂടെ എന്താ ഇവിടെ ഒരു ദീർഘോലിട്ടായിരുന്നു ഗൈസ്. അവിടെ
അമ്പോ എന്റെ തണുപ്പാടാ. അതാ ശരി. എടാ ഞാൻ വീട് കഴിഞ്ഞാൽ ബൈക്കടക്കം പോവും. എന്റെ പൊന്നെ, ഒരു 10-22 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടി എടാ തെന്നുന്നുണ്ടേ, അടിച്ചുത്തി വീഴും. എന്റെ പോര്, എന്റെ പൊന്നെ. ഞാൻ ഇറങ്ങണേ. എടാ എനിക്ക് തണുക്കുന്നടാ ഗൈസ്. എടാ ഇവിടെയൊക്കെ, എടാ ഇവിടെ അടിപൊളി സ്ഥലം. എടാ ഇതൊന്നും മര്യാദക്ക് നടക്കാനാവില്ല, തെന്നുന്നു നല്ല പായല് ഗൈസ്. നല്ല തണുപ്പാ അമ്മേ. ഞാനിതിനെ മുങ്ങില്ല. ഞാൻ ഇവിടെ വരട്ടെ. എനിക്ക് മൈക്ക് അമ്മീ. പ്ലാൻ ചെയ്യുന്നവരെന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക. വിശന്നില്ലെങ്കിൽ അവിടെ ഇറങ്ങൂല്ലടാ. പിന്നെ ഇവിടെ വേറെ കാര്യം പറഞ്ഞെടുക്കും, സിനിമയ്ക്ക് പോയിട്ടാ ഗൈസ്. വരുന്നവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക. എന്നിട്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ വരിക. ഞങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ വിശക്കുന്നു, രാവിലെ കഴിച്ചിട്ട് വന്നയാ. സോ ബാക്കി 2 അവന്മാരുണ്ട് ബേക്കിൽ, അവന്മാർ ഇറങ്ങുന്നില്ല. എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് വരാം ഗൈസ്. കുറച്ച് കഴിഞ്ഞാണ്, ചാർജ് കുറവാ. ഗൈസ് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ സുഹൃത്തുക്കളെ ഇതേ തിരിച്ചു പോവാണ്. അവിടുന്ന് വെള്ളത്തിലേക്ക് കളിച്ച് നല്ല രീതിക്ക് തലവേനൊക്കെ എടുക്കുന്നത്. ഫുഡ് കഴിച്ചിട്ടില്ല, 3 മണിയായി. നമ്മളിപ്പോൾ ഇനി നേരെ ഒരു നല്ല കിടിലൻ മന്തി സ്പോട്ട് തപ്പി പോവാണ് ഗൈസ്. നോക്കട്ടെ, എന്നിട്ട് വേണം വയറിറച്ച് ഫുഡ് കഴിക്കാൻ. രാവിലെ കഴിച്ചതാ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നേരത്തെ ആ ചേട്ടൻ പറഞ്ഞേക്കുന്നത്, ഇവിടെ ആരെയും വരികയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ കാണുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണ്ട. ഇത് ആ പാറേൻ്റെ ആ സ്ഥലത്തൊക്കെ ആയിട്ട് 3 ആളടി ആഴം, 3 അടിയല്ലല്ലോ, 3 ആളുടെ അത്ര ആഴം ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ ഇവിടെ നിങ്ങാണ്ട് നേരത്തെ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. ഇവിടെയാണ് ആഴെന്ന് പറഞ്ഞേട്ടോ, ഈ ഒരു സ്ഥലത്ത് 3 ആളടി ആഴം. ഇത് ഈ വാട്ടർ പമ്പിൻ്റെ ഈ ഒരു സ്ഥലത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നല്ല രീതിക്ക് ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെ അവർ കുളിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്തായിട്ട്. സോ എല്ലാവരും വന്ന് അബദ്ധങ്ങളൊന്നും കാണിക്കാണ്ട് മര്യാദയ്ക്ക് നല്ല മക്കളായിട്ട് പോവുക വീടോട്ട്. സോ ഇതറിയാത്തവർക്കാണ്, ഒരുപാട് പേർക്ക് ഈ സ്ഥലങ്ങൾ അറിയാം. ഇപ്പോൾ റീലിലൂടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലാരിറ്റി കിട്ടിയൊരു സ്ഥലമാണ്. സോ അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു വേണ്ട. സോ നിങ്ങൾ നോക്കി കണ്ടൊക്കെ വരിക. നല്ല ടാസ്ക്കാണ് കയറിപ്പോകാനൊക്കെ. വയസ്സായവരൊക്കെ ആ ഒരു വശത്തേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇങ്ങനത്തെ റിസ്ക് വഴി കൂടെയൊക്കെ കയറി പോകണം. ഇത് കണ്ടോ, ഇതിൽ എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ ഒരു സ്ഥലത്ത്. സോ ഗൈസ്, അപ്പം അതൊക്കെയാണ് നമ്മുടെ നെട്രയിലെ വ്ലോഗും കാര്യങ്ങളൊക്കെ. ഇതേ നമ്മളെ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ട് പോയേക്കാം. ഉണ്ട് ഇപ്പം വേറൊരു ടീം വന്ന് ഇത് ഇവിടെ നിന്ന് എന്തെങ്കിലും മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, എന്താണല്ലോ ബോട്ടിൽസൊക്കെ ഫുള്ള് എറിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട്. സിഗരറ്റിൻ്റെ അങ്ങനെ കുറേ സാധനങ്ങൾ. സോ മാക്സിമം വരുന്നവർ വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ നോക്കുക. വേറെ ഒന്നല്ല, ഇത്രയും നല്ലൊരു അടിപൊളി ഒരു സ്ഥലം നമ്മളായിട്ട് ഇനിയിപ്പോൾ വന്നിട്ട് നശിപ്പിച്ചിട്ട് പോകണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞേ. അപ്പം എല്ലാവരും അതൊക്കെ കണ്ട് നല്ല രീതിക്ക് പോവാണ് ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ നെട്രേനോട് യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കിയേ, പോകാൻ തോന്നില്ല, ഭയങ്കര രസമാണ്. അങ്ങോട്ടേക്കൊക്കെ കിടിലൻ സംഭവങ്ങളാണ്, ഒരു രക്ഷയില്ല ഗൈസ്, നല്ല കിടിലൻ വ്യൂ. സോ നിങ്ങൾക്ക് എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എന്തായാലും പോവാം. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ 1-1.5-2 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ. സോ നമ്മളിപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. സമയം ഇപ്പോൾ 3-3:30 കണ്ടായി. ഇത്ര നേരമായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല, വിശന്ന് ചത്ത് ഗൈസ്. സോ നമുക്ക് എന്തായാലും പോവാം. അതാണ്ടേ പിള്ളേർ നിൽക്കുന്നുണ്ട്. പറ നെട്ര എക്സ്പീരിയൻസ്, കമോൺ. ഇടിക്കത്തെ പറയാനുള്ളത് പിന്നെ അല്ല, ആ അത്രേ ഉള്ളൂ ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആയിട്ടില്ല ഗൈസ്, ഔട്ടർ പറയാനായിട്ടില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാണാം. സോ പോവല്ലേ ഗൈസ്. ഞങ്ങളെ മന്തി കഴിക്കാൻ നോക്കി, അപ്പം എവിടെയില്ല, മന്തിയൊക്കെ എല്ലായിടത്തും തീർന്ന്. ഇപ്പം നോക്കിയ സമയം ഏകദേശം 6 മണിയായി ഗൈസ്, 6 മണി വൈകിട്ട്. സോ എല്ലാവരും കഴിക്കുന്ന തിരക്കില്ല. ഇത് നല്ല സൂപ്പർ ബിരിയാണി നമ്മുടെ ബത്തേരി തന്നെ. അല്ല, നമ്മളിവിടുന്ന് കഴിച്ചില്ലേ, ഇവിടെ കഴിക്കുന്നേ ഗൈസ്. അപ്പം എല്ലാ മന്തി സ്പോട്ടും ഫുൾ അടച്ച് പെരുന്നാളായതുകൊണ്ട്.
സോ നമ്മളങ്ങനെ മന്തി കഴിക്കാൻ കയറി, അല്ല മന്തി അല്ല ഗൈസ്, ബിരിയാണി കഴിക്കാൻ കയറി. സോ എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ്. വിശന്നിട്ട് വയ്യ, ഉടനെ കരിയുന്നു. ഉച്ചയ്ക്ക് എന്നിട്ടില്ല, രാവിലെ തിന്നിട്ട് വന്നയാ. സോ ഗൈസ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, നല്ല ചൂട് ബിരിയാണി, ലെഗ് പീസ്. ഓ സെറ്റ്, താങ്ക് യു. കഴിച്ചിട്ടോ ഗൈസ്? സോ ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതാണ്ട് കാറൊക്കെ ഇത് ഇവിടെ ഇട്ട് നമ്മൾ ചുമ്മാ ഇരിപ്പാണ്. പിള്ളേരത് അവിടെ ഉണ്ട്. ആൻഡ് ഗൈസ് വേറെ ഒന്നുമില്ല, ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഔട്ട്രോ എടുത്തില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ച്. വേറെ ഒന്നുമില്ല ഗൈസ്, നെറ്ററിൽ പോകാൻ താല്പര്യമുള്ളവർ ഇപ്പം ഈ ഒരു ടൈമിലൊക്കെ പോവുക. വെയിലൊക്കെ ഉള്ള സമയത്ത്. മഴയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒഴുക്ക് കാരണം ഇറങ്ങാനൊന്നും പറ്റില്ല. ചുമ്മാ ജസ്റ്റ് നടന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. ആ ഒരു രീതിയിലായിപ്പോൾ ഇതിപ്പം നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാം ഗൈസ്. അപ്പം നിങ്ങൾ വീഡിയോ തന്നെ കണ്ടല്ലോ. സോ അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഗൈസ് ഫുഡും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് എന്തായാലും കഴിച്ചിട്ട് പോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും കരുതുക. ഇത് ഭയങ്കരമായിട്ട് വിശന്ന് ചത്തു. ഞങ്ങളിന്ന് അത്രയും പരിപ്പായി ഗൈസ്. എന്തായാലും ഒരു 6-6:30 എങ്ങാണ്ടായപ്പോൾ വൈകുന്നേരം കഴിച്ച് ഞങ്ങൾ സന്ധ്യയ്ക്ക്. സോ അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ട് പൊക്കോളുക. സോ അതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എത്രത്തോളം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ 1 ഇയർ എങ്ങാണ്ടായി ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ അതുകൊണ്ട് എനിക്ക് അറിയില്ല എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം. സോ ഗൈസ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ വെരി സോറി. ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ്. സോ ഗൈസ് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് അടുത്ത് പറയൂ. എല്ലാവരും ഗൈസ് മന്തി കഴിക്കണം എന്ന് വിചാരിച്ച് മന്തി കഴിക്കാൻ അത്രയും ദൂരത്തു നിന്ന് ഇവിടെ വന്നേ, മാനന്തവാടിയിൽ നിന്ന്. നോക്കുമ്പോൾ ഇവിടെ ഒരു മന്തി സ്പോട്ടും ഇല്ല. പെരുന്നാളായതുകൊണ്ട് ഫുൾ ഓഫ്. അപ്പോൾ അങ്ങനെ മന്തി കിട്ടിയില്ല. എല്ലാവരും ബിരിയാണി കഴിച്ച് തൃപ്തരായി. അതെന്തെങ്കിലും ഉണ്ടോ? സോ ഗൈസ് അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.